5ാം ക്ലാസ്സിലെ 10ാമത്തെ യൂണിറ്റായ റെക്റ്റാങ്കിൾ മാത്താണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. റെക്റ്റാങ്കിൾ മാത്ത് എന്നുള്ള ചാപ്റ്റർ തുടക്കത്തിൽ തന്നെ നമുക്ക് കുറേ സ്ക്വയേഴ്സ് അടുക്കി റെക്റ്റാങ്കിൾസ് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. കുറച്ച് കുട്ടികൾ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് അടുക്കി റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലാണ് ഇവിടെ കുട്ടികൾ ചെറിയ സ്ക്വയേഴ്സ് അടുക്കി റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കിയേക്കുന്നത്. നമുക്കിവിടെ തന്നേക്കുന്ന ഓരോ സ്ക്വയേഴ്സിൻ്റെയും സൈഡ്സ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ തന്നേക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും, ഈ തന്നേക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നോക്കിയേ, പേജ് 112 നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ക്വയേഴ്സിൻ്റെയും സൈഡ് 1 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ താഴെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് അടുക്കി വെച്ചേക്കുന്നത്? 1, 2, 3 ഉണ്ട്. അപ്പം താഴത്തെ അതിൻ്റെ സൈഡ് എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ. കാരണം ഓരോന്നും ഓരോ സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, അങ്ങനെ എത്ര സെൻറ്റിമീറ്ററായി? 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് നോക്കിക്കേ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 2 സ്ക്വയേഴ്സ് ഉണ്ട്. സോ അതിൻ്റെ ഹൈറ്റ് എന്താണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സൈഡിലുള്ള സ്ക്വയേഴ്സിൻ്റെ എണ്ണം നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പേജ് 112 നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ പേജ് 112 നമ്മളോട് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ആ കുട്ടികൾ ചെയ്ത റെക്റ്റാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിൾ നോക്കിക്കേ. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ താഴെ വരുന്നതാണ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഉയരമാണ്. വിഡ്ത്ത് വീതിയാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഉയരമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി ഇതിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും നമ്മൾ എണ്ണി നോക്കുക. താഴത്തെ 1 സെൻറ്റിമീറ്റർ അല്ലേ ഓരോ സ്ക്വയറിൻ്റെയും വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര സ്ക്വയർ ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കുക. എത്ര എണ്ണം വരുന്നത്? 1, 2, 3, 4, 5, 6 അല്ലേ? അപ്പം അതിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും? എല്ലാം ഓരോ സെൻറ്റിമീറ്റർ ഇതല്ല. അപ്പോൾ എന്ത് വരും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത്. ഇനി ഹൈറ്റ് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ നോക്കുമ്പോൾ ഒരൊറ്റ സ്ക്വയർ അല്ലേ വരുന്നുള്ളൂ ഹൈറ്റിൽ. അപ്പോൾ എത്രയായിരിക്കും ഹൈറ്റ് വരുന്നത്? 1 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ ആണെന്നും വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെന്നും ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണെന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഇതിനകത്ത് എന്താ വന്നേക്കുന്നത്? 1, 2, 3. നമ്മൾ ഈ താഴത്തെ മാത്രം നോക്കിയാൽ മതി. 1, 2, 3. അപ്പോൾ വിഡ്ത്ത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഇനി ഹൈറ്റ്, ഉയരം നോക്കാനായിട്ട് 1, 2, 3. അതും എത്ര തന്നെയാണ്? അപ്പം 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്തത് നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം ഉണ്ടല്ലേ? അപ്പോൾ വിഡ്ത്ത് എത്ര വരും? 9. ഹൈറ്റോ മേളിലോട്ട് ഒരെണ്ണം അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 എഴുതാം. ഇനി അടുത്ത റെക്റ്റാങ്കിൾ നോക്കിക്കേ. ഇതിനകത്ത് 1, 2, 3, 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ വിഡ്ത്ത് എത്രയാണ്? 4 വരും. ഇനി ഹൈറ്റ് നോക്കാനായിട്ട് ഇവിടെ എത്ര സ്ക്വയർ ഉണ്ടെന്ന് നോക്കുക. 1, 2, 3. അപ്പോൾ നമുക്ക് ഹൈറ്റ് 3 എഴുതാം. ഇനി താഴത്തേൻ്റെ കേസിലോ 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. താഴെ തന്നേക്കുന്നതിൽ 6 ആണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഹൈറ്റ് എത്രയാണ് വരുന്നത്? 1, 2. 2 ഇതായിട്ടാണ് നമ്മൾ അടുക്കി വെച്ചേക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എണ്ണം ഉണ്ട്. ഇനി അതിൻ്റെ ഹൈറ്റിലാണെങ്കിലോ ഒരു സെറ്റേ ഉള്ളൂ നമ്മൾ അടുക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ 2 സെറ്റാണ് ഒരേ രീതിയിൽ അടുക്കി വെച്ചേക്കുന്നത്. ഇവിടെ 3 സെറ്റാണ് ഒരേ രീതിയിൽ അടുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഇതുപോലെയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എണ്ണി നോക്കി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ വിഡ്ത്തും കണ്ടുപിടിച്ചു, ഹൈറ്റും കണ്ടുപിടിച്ചാണ്. മെഷറിംഗ് ബൗണ്ടറീസിൻ്റെ താഴെ ഒരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ത്രെഡ് റിക്വയർഡ് ടു പേസ്റ്റ് അറൗണ്ട് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ? നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ? അതിൽ ആദ്യത്തെ റെക്റ്റാങ്കിൾ ഇതായിരുന്നു. ആ റെക്റ്റാങ്കിളിൻ്റെ ചുറ്റും നമ്മളൊരു ത്രെഡ് ഉപയോഗിച്ച് നമ്മളിതുപോലെ വെക്കുകയാണെങ്കിൽ ആ ത്രെഡിൻ്റെ ലെങ്ത് എത്രയാണ്? അതായത് മെഷറിംഗ് ബൗണ്ടറീസ് നമ്മൾ പറയും. അതിൻ്റെ ചുറ്റും എത്രയാണ് നീളം, അല്ലെങ്കിൽ ആ ത്രെഡിൻ്റെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടായിരുന്നു, ഇത് റെക്റ്റാങ്കിൾ ആണല്ലോ. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? നമ്മൾ ഏതൊരു റെക്റ്റാങ്കിൾ എടുത്താലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെ വരും? 6 സെൻറ്റിമീറ്റർ വരും. ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെ വരും? 1 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് തന്നെ വരും? 6 ആണ്. ദെൻ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെ വരും?
1 വരും. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ഇതിൻ്റെ ബൗണ്ടറീസിൻ്റെ നീളമാണ്. അതായത് മെഷറിംഗ് ബൗണ്ടറീസ്, നമ്മൾ ഇതിൻ്റെ ബൗണ്ടറീസിൻ്റെ നീളം, അതിൻ്റെ ലെങ്ത് ഓഫ് ദ ത്രെഡ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ബൗണ്ടറീസിൻ്റെ നീളം കണ്ടുപിടിക്കാൻ, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്, അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ 6 ആണല്ലോ തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര 6 ഉണ്ട്? നമുക്ക് 2 6 ഉണ്ട് അല്ലേ? അപ്പോൾ 6 + 6, അത് രണ്ടും എന്തായാലും കൂട്ടണം, +1 +1 അല്ലേ? ഇനി അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് 6 + 1, 6ഉം 1ഉം കൂടെ കൂട്ടി ചുറ്റുമല്ലേ നമ്മൾ നോക്കുന്നത്. ആദ്യം ഇവിടം തൊട്ട് ഇവിടം വരെ 6 ആണ്, ദെൻ ഇങ്ങോട്ട് 1 ആണ്, ദെൻ എഗെയിൻ 6 ആണ്, എഗെയിൻ നമ്മൾ 1 കൂട്ടി. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് നോക്കിയേ? 6 + 1 7 ആണ്, ദെൻ ഇവിടെയും 7 ആണ്. അപ്പോൾ 7 + 7 എത്ര വരും? 14. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 14. സോ നമ്മുടെ ഇതിൻ്റെ ചുറ്റും ഉള്ള അളവ്, അല്ലെങ്കിൽ ആ ലെങ്ത് ഓഫ് ദ ത്രെഡ് എന്ന് പറയുന്നത് എന്താണ്? 14 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് പെരിമീറ്റർ. അതായത് ലെങ്ത് ടേക്കൺ എറൗണ്ട് ദ റെക്റ്റാങ്കിൾ ഈസ് കോൾഡ് ഈസ് പെരിമീറ്റർ. ഇതിന് ചുറ്റും ഉള്ള ഈ ലെങ്ത്തിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? പെരിമീറ്റർ. നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ചുറ്റളവ്. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മളോട് ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ നോക്കിക്കേ, നമ്മൾ ഓൾറെഡി വിഡ്ത്തും ഹൈറ്റും എല്ലാം കണ്ടുപിടിച്ച് വെച്ചേക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ വിഡ്ത്ത് ഇവിടെ എത്രയാണ്? 6 ആണ്, ഹൈറ്റ് എത്രയാണ്? 1 ആണ്. അപ്പോൾ പെരിമീറ്റർ അവർ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ 14 അല്ലേ? ഇനി ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്കറിയാം. ഇതെത്രയായിരുന്നു? 3 ആണ്, ഇത് 2 ആണ്. അപ്പോൾ ഇവിടെയും എന്ത് തന്നെ വരും? 3 വരും, ഇവിടെയും 2 തന്നെ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 + 2 + 3 + 2 അല്ലേ? അപ്പോൾ ഇതങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3 + 2 എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ? ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5. 5ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 10. അതായത് 2 തവണ 3 + 2 നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ പെരിമീറ്റർ എത്ര വരുന്നത്? അപ്പം 10. ഓക്കെ, അടുത്തതിൽ നമുക്ക് വിഡ്ത്തും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട് അല്ലേ? വിഡ്ത്ത് എത്രയാണ്? 3 തന്നിട്ടുണ്ട്, ഹൈറ്റ് 3 തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ വരും? 3 + 3 + 3 + 3, 4 3 ഉണ്ടല്ലേ? അപ്പോൾ 4 3 ഉണ്ട്, 4 3യും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 12. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 12. ഇനി ഇവിടെ നമുക്ക് എന്താ വന്നേക്കുന്നത്? താഴെ 9 ആണ്, അതിൻ്റെ വിഡ്ത്ത് 9 ആണ്. അപ്പോൾ മുകളിലും എന്ത് തന്നെ വരും? 9, സൈഡിലും 9. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള അളവ് അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 9 + 1, 9 + 1 + 9 + 1 അല്ലേ? അപ്പോൾ ഈ 9 + 1 നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ 9 + 1 കൂട്ടുമ്പോൾ എത്ര വരും? 10 വരും അല്ലേ? ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 10 വരും. അപ്പോൾ 10ഉം 10ഉം എത്രയായി? 20. അപ്പോൾ നമ്മുടെ പെരിമീറ്റർ എന്തായിരിക്കും? 20. ഓക്കെ, അടുത്തതിൽ നോക്കിയേ, 4 ആണ് വിഡ്ത്ത്, ഹൈറ്റ് 3 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 + 3 4 + 3 + അഗെയിൻ 4 + 3 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? അപ്പോൾ നമ്മൾ എളുപ്പം കൂട്ടാനാണ് ഇത് രണ്ടും കൂടെ ആദ്യം കൂട്ടുക. 4 + 3 എത്ര വരും? 7 വരും. ദെൻ വീണ്ടും 4 + 3 എത്ര വരും? 7 വരും. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 7 + 7 എത്ര വരും? 14. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? 14. ഓക്കെ, ദെൻ ഇവിടെ 6 2, വിഡ്ത്ത് 6 ആണ്, ഹൈറ്റ് 2 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ 6 + 2 + 6 + 2. ഓക്കെ, അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് 6 + 2 എത്രയാണ് വരുന്നത്? 8 വരും അല്ലേ? 6 + 2 എന്നുള്ളത് 8 ആണ്, പ്ലസ് എഗെയിൻ 6 + 2 എത്രയായിരിക്കും? 8. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൂട്ടാം, 6 + 8 6 + 2 8 ആണ്, 8 എഴുതി, ദെൻ താഴോട്ട് 6 വീണ്ടും എഴുതി കൂട്ടി, അങ്ങനെ കൂട്ടാം. പക്ഷേ ഇതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. ഓക്കെ, 8 + 8 എത്ര വരും? 16. 8ഉം 8ഉം കൂടെ കൂട്ടുമ്പം 16. ഓക്കെ, അടുത്ത വിഡ്ത്ത് 12 ആണ്, ഹൈറ്റ് 1 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 12 + 1 എഗെയിൻ 12 + 1 അല്ലേ? ഇവിടെ 12 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ 12 + 1 എഗെയിൻ വീണ്ടും 12 ആണ്, ഇവിടെ 1 ആണ്, 12 + 1. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 12 + 1 എത്രയാണ്? 13 അല്ലേ? അപ്പോൾ 2 13 ഉണ്ടല്ലോ. അപ്പോൾ 2 13 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 26. അപ്പോൾ ഈ കേസിലെല്ലാം നമ്മൾ കണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം നമ്മൾ എന്താ പറഞ്ഞേ? 3 + 2 3 + 2, അതായത് 2 തവണ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ വിഡ്ത്തും ഹൈറ്റും കൂടെ കൂട്ടുവാണ് ചെയ്തേക്കുന്നത് അല്ലേ? 2 തവണ കൂട്ടിയേക്കുമല്ലേ? അപ്പം അങ്ങനെയാണ് ഇവിടെ 2 × 5 എന്ന് എഴുതിയാൽ മതി, 10 വരും. കണ്ടോ? ഇവിടെ അത് തന്നെ, ലെങ്ത്ത് പ്ലസ് വിഡ്ത്ത്, ലെങ്ത്ത് പ്ലസ് വിഡ്ത്ത്. അപ്പോൾ നമുക്കിവിടെ 3 + 3 6 ആണ്. അപ്പോൾ നമുക്ക് 6 × 2 ചെയ്താൽ മതി, 12 കിട്ടും. അപ്പോൾ ഇത് 2 × 5 ആണ്, ഇത് 2 × 6 ആണ്. ദെൻ ഇവിടെ നോക്കിയേ 9 + 1 9, നമ്മൾ ഈ വിഡ്ത്തും ഹൈറ്റും കൂടെ കൂട്ടുക, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 20 കിട്ടുന്നത്. ഇവിടെയാണെങ്കിലോ
4+3 ചെയ്യുക, അതിനെ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4+3 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 2 × 7 എന്ന് പറയുന്നത് എന്ത് വരും, 14. ഇപ്പോൾ ജനറലി നമ്മുടെ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, ട്വൈസ് ദ സം ഓഫ് ഇറ്റ്സ് സൈഡ്സ്. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ട്വൈസ് ദ സം ഓഫ് ഇറ്റ്സ് സൈഡ്സ്. സം ഓഫ് ഇറ്റ്സ് സൈഡ്സിൻ്റെ ഇരട്ടിയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഷോർട്ടാക്കി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ ഇതാണ് വിഡ്ത്ത്, ഇതാണ് ഹൈറ്റ്. അതിന് നമ്മൾ വിഡ്ത്ത് എന്നുള്ളതിനാണ് W എന്ന് കൊടുത്ത്, ഇതാണ് ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ട്വൈസ് ദ സം ഓഫ് ഇറ്റ് സൈഡ്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതായത് 2 × വിഡ്ത്തും ഹൈറ്റും കൂടെ കൂട്ടണം. 2 × വിഡ്ത്തും ഹൈറ്റും കൂടെ കൂട്ടണം. അപ്പോൾ അതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മളോട് പെരിമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അതായത് ലെങ്ത് ഓഫ് ദ സൈഡ് 6 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമാണ് ആദ്യത്തെ ചോദിച്ചേക്കുന്നത്. 6 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും. അപ്പോൾ ആദ്യം എന്താ അവർ പറഞ്ഞേക്കുന്നത് ചെയ്യാൻ, അതിൻ്റെ സം കണ്ടുപിടിക്കണം അല്ലേ, എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കണം, ട്വൈസ് എടുക്കണം. സോ ഫസ്റ്റ് വണ്ണിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ സം കണ്ടുപിടിക്കണം, അതായത് 6+3 കണ്ടുപിടിക്കണം, അതിൻ്റെ ഇരട്ടി എടുക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. നമ്മൾ 2 × നമ്മുടെ ബ്രാക്കറ്റിലാണ് നമ്മൾ 6+3 എഴുതേണ്ടത്. 2 × 6+3. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ ഈ ബ്രാക്കറ്റിലുള്ളത് വേണം ആദ്യം കൂട്ടാനായിട്ട്. അപ്പോൾ 2 × 6+3, 6ഉം 3ഉം 6+3 കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും, 9. ഇനി 2 × 9 എത്രയാണ്, 18. അപ്പോൾ 18 സെൻറ്റിമീറ്റർ ആണ് എന്ത്, നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 13 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും തന്നേക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, 2 × ട്വൈസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ 2 × ബ്രാക്കറ്റിൽ എന്തെഴുതണം, 13 + 7. ഓക്കെ, 13 + 7 എന്ന് പറയുന്നത് എത്രയാണ്, അതായത് 13ഉം 7ഉം കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 20. എപ്പോഴും ബ്രാക്കറ്റിലുള്ളത് വേണം ആദ്യം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ മറ്റേതിന് ഒരു മാറ്റവും ഇല്ല, അതുകൊണ്ടാണ് 2 × ഈ ബ്രാക്കറ്റിലുള്ളത് നമ്മൾ കൂട്ടി 20 എന്ന് എഴുതി. ഇനി 2 × 20 എന്നുള്ളത് എന്ത് വരും, 40. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. 2 × 2 നമുക്കറിയാം 4 ആണ്. ഇനി ഇവിടെ ഒരു 0 ഉണ്ട്, ആ 0യും കൂടെ ഇട്ട് കൊടുക്കുക, 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും തന്നേക്കുന്ന ഇതാണ്, 6 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും. അപ്പോൾ നമ്മളെങ്ങനെ എഴുതണ്ടേ, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × ബ്രാക്കറ്റിൽ എന്തെഴുതണം, 6+6. ഓക്കെ, അടുത്ത നമ്മൾ ബ്രാക്കറ്റിലുള്ളത് കൂട്ടി എഴുതുക അല്ലേ. 2 × 12 എന്ന് വരും, 6+6 12 ആണ്. ദെൻ 2 × 12, 12ൻ്റെ ഇരട്ടി. 12ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്ര വരും, 24 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 25 and 15. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും വരുന്നത്, നമ്മൾ 2 × എഴുതണം, ദെൻ സം ഓഫ് ഇറ്റ് സൈഡ്സ്, അതായത് 25 + 15. 2 × 25 + 15. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 2 × 40 എന്ന് കിട്ടും. ഇനി ഇത് മൾട്ടിപ്ലൈ, അതായത് 2 × 4 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഈ 8 0യും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം 2 × 40 80 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ 34ഉം 16ഉം ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ പെരിമീറ്ററിനാണ് ഈ P എന്നുള്ള ഷോർട്ടായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × ബ്രാക്കറ്റിൽ എന്ത് വരും, 34 + 16. ഇനി ബ്രാക്കറ്റിലുള്ളത് നമ്മൾ കൂട്ടണം അല്ലേ. അപ്പോൾ 34 + 16 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 50 എന്ന് കിട്ടും. സോ നമ്മുടെ പെരിമീറ്റർ എത്രയാണ് വരുന്നത്, 100 സെൻറ്റിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, ട്വൈസ് ദ സം ഓഫ് ഇറ്റ്സ് സൈഡ് ആണ്. അപ്പം ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കിയായിട്ടുള്ള ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഏരിയ ഓഫ് എ